അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക വിശ്വാസപ്രകാരം രണ്ട് തരം സ്ത്രീകളാണ് ഉള്ളത്. ഒന്ന് മഹറമായ സ്ത്രീയാണ്, അഥവാ അവരെ വിവാഹം ചെയ്യൽ ഹറാമാണ്. അല്ലാഹു തആല പറഞ്ഞു, ഹുരിമത് അലൈക്കും ഉമ്മഹാത്തുക്കും വബനാത്തുക്കും വഅഖവാത്തുക്കും വഅമ്മാത്തുക്കും വഖാലാത്തുക്കും. നിങ്ങളുടെ ഉമ്മമാരെ വിവാഹം ചെയ്യൽ നിങ്ങൾക്ക് ഹറാമാണ്. വബനാത്തുക്കും, നിങ്ങളുടെ പെൺമക്കളെ വിവാഹം ചെയ്യൽ നിങ്ങൾക്ക് ഹറാമാണ്. വഅഖവാത്തുക്കും, നിങ്ങളുടെ സഹോദരിമാരെ വിവാഹം ചെയ്യൽ നിങ്ങൾക്ക് ഹറാമാണ്. വഅമ്മാത്തുക്കും, നിങ്ങളുടെ പിതാവിൻ്റെ സഹോദരിമാരെ വിവാഹം ചെയ്യൽ നിങ്ങൾക്ക് ഹറാമാണ്. വഖാലാത്തുക്കും, നിങ്ങളുടെ മാതാവിൻ്റെ സഹോദരിമാരെ വിവാഹം ചെയ്യലും നിങ്ങൾക്ക് ഹറാമാണ്. സൂറത്തുൻ നിസാഇൻ്റെ 23-ാമത്തെ ആയത്ത് പരിശോധിച്ചാൽ ആർക്കും കാണാവുന്നതാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട അത്രയും അധപ്പതിച്ച ഒരു സമൂഹത്തിലേക്കാണ്, ജാഹിലിയ കാലഘട്ടത്തിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത്. അതായത് AD 610 മുഹമ്മദ് നബിക്ക് പ്രവാചകത്വം ലഭിച്ച കാലഘട്ടം അതാണ്, 7-ാം നൂറ്റാണ്ട്. മുഹമ്മദ് നബിക്ക് ശേഷം 14 നൂറ്റാണ്ട് പിന്നിട്ടപ്പോൾ വീണ്ടും ജാഹിലിയ കാലഘട്ടത്തിൻ്റെ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഉള്ളത്. അപ്പോഴും നമുക്ക് മുന്നിൽ ഖുർആനുണ്ട്. നിങ്ങൾ ഇവിടെ സെക്സ് വാദിക്കുന്ന ആളുകളോട് പരിശുദ്ധമായ ഖുർആൻ ഇന്നും സംവദിക്കുന്നു, ഇന്നും പറഞ്ഞു കൊടുക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ മാതാക്കളുമായിട്ട്, അതെ നിങ്ങളുടെ മക്കളുമായിട്ട്, അതെ നിങ്ങളുടെ സഹോദരിമാരുമായിട്ട് അത്തരത്തിലുള്ളതായ ഒരു ബന്ധങ്ങളും പാടില്ല എന്ന് 14 നൂറ്റാണ്ട് മുമ്പ് പറയേണ്ടി വന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്നത്തെ കാലഘട്ടത്തെ ആരിഫ് ഹുസൈനുമാർ കൊണ്ടുചെന്ന് എത്തിക്കുകയാണ്. സ്വന്തം മാതാവിനെയും സഹോദരിമാരെയും ഭോഗിക്കാമെന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും അതിന് ഇസ്ലാം തടസ്സമാകും എന്ന് കണ്ടപ്പോൾ ഇസ്ലാം ഹറാമാക്കിയ കാര്യങ്ങളെ പ്രവർത്തിക്കലും പ്രചരിപ്പിക്കലും ചെയ്തുകൊണ്ട് ഒരിക്കലും മുസ്ലിമായി ജീവിക്കാൻ കഴിയുകയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇൻസെസ്റ്റ് സെക്സിന് വേണ്ടി ഇസ്ലാം വിട്ട് പുറത്തു പോയവർ ഇസ്ലാമിനെ ധാർമ്മികത പഠിപ്പിക്കുകയാണ്. പറഞ്ഞു വന്നത് മഹറം എന്നുള്ളത്, അതായത് വിവാഹബന്ധം ഹറാമായവർ, അതുപോലെ തന്നെ നമുക്ക് വിവാഹം ചെയ്യാൻ അനുവദനീയമായവർ, ഈ രണ്ട് തരം സ്ത്രീകളാണ് ഇസ്ലാമിലുള്ളത്, ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ മഹറമായവർ നമ്മളുടെ ഉമ്മമാര്, സഹോദരിമാര്, അതുകൂടാതെ വിവാഹബന്ധത്തിലൂടെ മഹറമകൾ ഉണ്ടായിത്തീരുന്നുണ്ട്. അതായത് ഒരാൾ പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ ആ പെണ്ണിൻ്റെ ഉമ്മ അവൻക്ക് മഹറമാണ്, അവൻക്ക് പരിശുദ്ധയാണ്. ഭാര്യയുടെ മാതാവ് അവൻക്ക് അത് സ്വന്തം ഉമ്മയുടെ സ്ഥാനത്താണ്. അവൻക്ക് അവരുമായിട്ട് വൈവാഹിക ബന്ധം ഒരിക്കലും പറ്റുകയില്ല. അപ്പോൾ മഹറമുകളെ ഒരിക്കലും വിവാഹം ചെയ്യാൻ സാധിക്കുകയില്ല. അന്യ സ്ത്രീകളെയാണ് വിവാഹം കഴിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ. രക്തബന്ധമോ പാൽ കുടിബന്ധമോ വിവാഹബന്ധമോ വഴി ബന്ധുത്വം ഉള്ളവരെ വിവാഹം ചെയ്യൽ ഹറാമാണ്. വ്യഭിചാരം ഇസ്ലാമിൽ കടുത്ത ഹറാമാണ്. ഇൻ കേസ് ഒരാൾ വ്യഭിചരിച്ചാൽ അതിൽ പിറക്കുന്ന കുഞ്ഞിൻ്റെ വിധി എന്താണ് എന്നത് ഉൾപ്പെടെ മുഴുവൻ പ്രശ്നങ്ങളുടെ വിധിയും ഇസ്ലാമിലുണ്ട്. ഒന്നും ഇസ്ലാം പറയാതെ പോയിട്ടില്ല. കാരണം ഇസ്ലാം എന്നുള്ളത് ഒരു സമഗ്ര ജീവിത പദ്ധതിയാണ്. ഈ ലോകത്ത് വന്നതും വരാനിരിക്കുന്നതുമായ മുഴുവൻ വിഷയങ്ങളിലും ഇസ്ലാമിന് കൃത്യമായ നിലപാടുണ്ട്. വ്യഭിചാരം എന്നുള്ളത് ഇസ്ലാമിക നിയമപ്രകാരം ഹറാമാണ്, കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ട കുറ്റകൃത്യമാണ് എന്ന ശക്തമായ നിയമമാണ് ഇസ്ലാമിനുള്ളത്. ഒരാൾ വ്യഭിചരിച്ചു, അതിൽ അവന് ഒരു കുട്ടിയുണ്ടായി, ആ കുട്ടി മഹറമാണോ എന്നുള്ളതാണ് ചർച്ച. അപ്പോൾ വൈവാഹിക ബന്ധത്തിലൂടെയല്ലാതെ ഒരു കുഞ്ഞ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മഹറമാണോ, അതല്ല അന്യ പെണ്ണാണോ? ആ പെണ്ണിന് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ വൈവാഹിക ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന കുട്ടിയുടെ സ്ഥാനം കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചർച്ച. അതായത് സ്വന്തം മകളെ പോലെ, സ്വന്തം മകൾക്ക് ഇസ്ലാം കൊടുത്ത സ്ഥാനം പോലെ വ്യഭിചാരപുത്രിയും മഹറമാണോ? വ്യഭിചാരത്തിലൂടെയുണ്ടായ സന്തതി മഹറമാണെന്ന് വന്നാൽ ഇസ്ലാം ഏറ്റവും പ്രോത്സാഹിപ്പിക്കുന്ന വിവാഹബന്ധത്തിന് എന്ത് സ്ഥാനമാണുള്ളത്? അപ്പോൾ ഇസ്ലാമിൻ്റെ വൈവാഹിക ബന്ധത്തിൻ്റെ
നിലനിൽപ്പിനെ തന്നെ അവിടെ ചോദ്യം ചെയ്യപ്പെടും. വിവാഹബന്ധത്തിൽ കൂടി ഉണ്ടാകുന്ന സ്ഥാനം വ്യഭിചാര പുത്രിക്ക് ലഭിച്ചത് ചോദ്യം ചെയ്യപ്പെടും. മാത്രവുമല്ല, അവിടെ വ്യഭിചാരം ഇസ്ലാം അനുവദിച്ചു എന്ന നിലയിൽ ചർച്ച വരും. അതുകൊണ്ട് വിവാഹബന്ധത്തിൽ ഉണ്ടാകുന്ന സന്താനത്തിൻ്റെ പരിഗണന വ്യഭിചാര സന്താനത്തിന് കൊടുക്കാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് ആ ഷാഫിഈ മദ്ഹബിലെ ഇമാമുമാർ സ്വീകരിച്ച നിലപാട്. കാരണം വ്യഭിചാര പുത്രി അല്ലെങ്കിൽ വ്യഭിചാര സന്തതി മഹറമാണ് എന്ന് വരുമ്പോൾ ഇതേ ഹാർപിക് ഹുസൈനുമാർ വന്നുകൊണ്ട് പറയും ഇസ്ലാമിൽ വ്യഭിചാരം അനുവദനീയമാണ്. അല്ല എങ്കിൽ എന്തുകൊണ്ട് ഇസ്ലാം വ്യഭിചാരത്തിലൂടെ ഉണ്ടാകുന്ന സന്താനങ്ങളെ പരിഗണിക്കുന്നു, ഇസ്ലാം വ്യഭിചാരത്തിലൂടെ ഉണ്ടാകുന്ന സന്താനങ്ങളെ എന്തിന് അംഗീകരിക്കുന്നു എന്ന ചോദ്യവുമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഇസ്ലാമിക നിയമപ്രകാരം വ്യഭിചാര സന്താനത്തെ മഹറമായി പരിഗണിക്കാൻ പറ്റില്ല. അഥവാ മഹറമായിട്ട് പരിഗണിച്ചാൽ വ്യഭിചാരത്തിലൂടെ ഉണ്ടായ സന്താനം അല്ലെങ്കിൽ പുത്രി അത് മഹറമാണ് എന്ന് പരിഗണിച്ചു കഴിഞ്ഞാൽ അത് വ്യഭിചാരത്തെ അംഗീകരിക്കലായി തീരും. പിന്നെ ഇസ്ലാമിലെ വൈവാഹികപരമായ ബന്ധത്തിന്, വൈവാഹികമായ ഇസ്ലാം പരിശുദ്ധവും പരിപാവനവുമായി കാണുന്ന വൈവാഹിക ബന്ധത്തിന് പിന്നെ എന്ത് പ്രസക്തിയാണുള്ളത്? അത് മാത്രവുമല്ല, അത് ഇസ്ലാം മറ്റു മുഴുവൻ മതങ്ങളെക്കാളും കർശനമായി വ്യഭിചാരത്തോട് ഇസ്ലാം സ്വീകരിച്ച കടുത്ത നിലപാടുകൾക്ക് ഘടകവിരുദ്ധമായി തീരുകയും ചെയ്യും. അതുകൊണ്ട് വ്യഭിചാര സന്തതിയെ മഹറമാക്കിയാൽ അത് വ്യഭിചാരത്തെ പരിശുദ്ധമാക്കുന്നതിന്, വ്യഭിചാരത്തെ അംഗീകരിക്കുന്നതിന് തുല്യമായി തീരും. ഈ വിധത്തിലുള്ള പലതും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഫിഖ്ഹി പണ്ഡിതന്മാർ, മദ്ഹബിലെ ഇമാമുമാർ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുള്ളത്. എന്നിട്ട് പോലും ഷാഫിഈ മദ്ഹബിൽ ഉൾപ്പെടെയുള്ള മറ്റ് ഇമാമീങ്ങളും മറ്റ് മദ്ഹബുകളുടെ ഇമാമുകളും അഥവാ ജുംഹൂറുൽ ഉലമാ ഷാഫിഈ മദ്ഹബിലെ ഈ അഭിപ്രായത്തോട് എതിരഭിപ്രായമുള്ളവർ തന്നെയാണ്. കാരണം ഷാഫിഈ മദ്ഹബിലെ ഇമാമുകൾ വ്യഭിചാരത്തിനെതിരെ എടുത്ത ഈ കടുത്ത തീരുമാനങ്ങൾ പിൽക്കാലത്ത് ഇതുപോലെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ജുംഹൂറുൽ ഉലമാവും ഷാഫിഈ മദ്ഹബിലെ ഒറ്റപ്പെട്ട ഈ അഭിപ്രായങ്ങളിൽ വിയോജിപ്പ് പറഞ്ഞത്. അപ്പോൾ ഇസ്ലാം വില കൽപ്പിക്കുന്നത് വൈവാഹികമായ കരാറിലൂടെയുള്ള പരിശുദ്ധമായ ബന്ധത്തെയാണ്. വൈവാഹികമായ ബന്ധമില്ലാത്ത ഒന്നിനെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. വ്യഭിചാരത്തിൽ ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടി മഹറമാണ് എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ ഈ വ്യഭിചാരത്തെയും ഈ വ്യഭിചാര ബന്ധത്തെയും അംഗീകരിക്കലായി തീരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഷാഫിഈ മദ്ഹബിലെ ഇമാമുമാർ ആ അഭിപ്രായം അവർ സ്വീകരിച്ചത്. ഉടൻ തന്നെ സലഫുകളിൽ ചിലർ, ഇപ്പം സലഫ് സാലിഹ്യങ്ങളല്ല, സലഫുൽ ലാലിമീങ്ങൾ, സലഫികൾ എന്ന് പറയുന്ന വകതിരിവില്ലാത്തവർ സമുദായത്തെ അപകടപ്പെടുത്തും വിധം മദ്ഹബിൻ്റെ, ഷാഫിഈ മദ്ഹബിൻ്റെ അബദ്ധമാണ് ഇപ്പോൾ ഇസ്ലാം പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുകയുണ്ടായി. ആരിഫ് ഹുസൈൻ അതിനെ പ്രശംസിക്കുകയും മുസ്ലിമീങ്ങൾ തെറ്റ് സംഭവിച്ചു എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ തഖ്വയും സൂക്ഷ്മതയുമുള്ള ഇമാമുമാർ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളെ, ആ നിലപാടുകളിൽ ഉണ്ടാകുന്ന വൈജാത്യങ്ങളെ ആരിഫ് ഹുസൈനെ പോലെയുള്ള തെമ്മാടികൾക്ക് വേണ്ടി നാം ആക്ഷേപിക്കേണ്ടതില്ല. അതല്ല എങ്കിൽ, അത്തരം ഒരു നിലപാട് അവർ സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ വ്യഭിചാര പുത്രി സ്വന്തം പുത്രിക്ക് തുല്യമാണ് ഇസ്ലാമിൽ. അപ്പോൾ ഇസ്ലാം വ്യഭിചാരത്തെ അംഗീകരിച്ചു എന്ന് ഈ ആക്ഷേപിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകുമായിരുന്നു. അതുകൊണ്ട് തന്നെ തീർത്തും പറയട്ടെ, ഇഖ്തിലാഫുൽ അഇമ്മത്തി റഹ്മത്തുൽ ലിൽ ഉമ്മ, ഇമാമുമാരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ ഉമ്മത്തിന് റഹ്മത്ത് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിസ്സംശയം നമുക്ക് പറയാം, ഇഖ്തിലാഫുൽ അഇമ്മത്തി റഹ്മത്തുൽ ലിൽ ഉമ്മ, അഇമ്മത്തിൻ്റെ ഇഖ്തിലാഫ്, വിഷയങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ ഉമ്മത്തിന് റഹ്മത്ത് തന്നെയാണ്. ഇസ്ലാമിക കർമ്മശാസ്ത്രം എന്നുള്ളത്, കർമ്മശാസ്ത്രത്തിൽ ഉണ്ടായിട്ടുള്ളതായ ഇജ്തിഹാദുകൾ ലോകത്ത് വരാനിരിക്കുന്ന മുഴുവൻ സംഗതികളെയും ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആവർത്തിച്ച് പറയട്ടെ, ഇൻസെസ്റ്റ് സെക്സ് പ്രേമികൾ, അതായത് സ്വന്തം അമ്മയെയും സഹോദരിയെയും മക്കളെയും അവരുടെ സമ്മതമുണ്ട് എങ്കിൽ ഭോഗിക്കാമെന്ന് അവകാശപ്പെടുന്ന, അതിനു വേണ്ടിയിട്ട് ഇസ്ലാം മതം വിട്ടുപോയവർക്ക് ഇസ്ലാമിൻ്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്യാനുള്ള യാതൊരു അവകാശവും ഇല്ല എന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. 2019
യുക്തിവാദിയുടെ നേതാവ് രവിചന്ദ്രന്റെ നേതൃത്വത്തിൽ ഒരുമിച്ച് കൂടിയവർ അവർ ഇൻസെസ്റ്റ് സെക്സിനു വേണ്ടി ശബ്ദിച്ചവരാണ്, അതിനുവേണ്ടി ഒരുമിച്ച് കൂടിയവരാണ്. അതിൽ തെറ്റില്ല, സമ്മതത്തോടുകൂടെയാണ് എങ്കിൽ സ്വന്തം മാതാക്കളുമായിട്ട്, സ്വന്തം സഹോദരിമാരുമായിട്ട്, സ്വന്തം സഹോദരിമാരുമായിട്ട്, സ്വന്തം മക്കളുമായിട്ട് സെക്സിലേർപ്പെടുന്നതിൽ തെറ്റില്ല എന്ന് അവകാശപ്പെട്ടവരാണ്. അതേ നിരീശ്വരവാദികളെ, യുക്തിവാദികളെ, ഇസ്ലാമില്ല എങ്കിൽ ഇവിടെ എന്താ ധാർമ്മികത ഉണ്ടാവുകയില്ലേ? നന്മ ചെയ്യണമെന്ന് പറയാൻ പഠിപ്പിക്കാൻ മതം എന്തിനാണ് എന്ന് ചോദിച്ച നിങ്ങൾ തന്നെയാണ് 2019 ഒരുമിച്ച് കൂടിയിട്ട് അതേ സ്വന്തം മാതാക്കളെ ഭോഗിക്കാം, സ്വന്തം സഹോദരിമാരെ ഭോഗിക്കാം, സ്വന്തം പെൺമക്കളെ ഭോഗിക്കാം, അവർക്ക് സമ്മതമുണ്ട് എങ്കിൽ എന്ന് അവകാശപ്പെട്ട നിങ്ങളാണ്. നിങ്ങൾക്ക് ഇസ്ലാമിൻ്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്യാൻ ഹുർരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും, നിങ്ങളുടെ ഉമ്മമാര് നിങ്ങൾക്ക് ഹറാമാണ് ട്ടോ, നിങ്ങളുടെ സഹോദരിമാരെ നിങ്ങൾ വിവാഹം ചെയ്യരുത് ട്ടോ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ വിവാഹം ചെയ്യരുത് കേട്ടോ, നിങ്ങളുടെ പിതാവിൻ്റെ സഹോദരിമാർ നിങ്ങളുടെ പിതാവിന് തുല്യമാണ്, അവരെ വിവാഹം ചെയ്യരുത് ട്ടോ, നിങ്ങളുടെ ഉമ്മമാരുടെ സഹോദരിമാർ നിങ്ങളുടെ ഉമ്മാക്ക് തുല്യമാണ്, അവരെ വിവാഹം ചെയ്യരുത് ട്ടോ എന്ന ലോകത്തെ ഏറ്റവും അത്യുന്നതമായ ആശയം പഠിപ്പിച്ച, നന്മ പഠിപ്പിച്ച പരിശുദ്ധമായ ഇസ്ലാമിനെ കളിയാക്കുവാനോ ആക്ഷേപിക്കുവാനോ ചോദ്യം ചെയ്യുവാനോ നിങ്ങൾക്ക് ധാർമ്മികമായി നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല എന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.